നമസ്കാരം. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. അതീവ വിശേഷപ്പെട്ടതായ ഒരു ദിവസം. ഇന്നേ ദിവസത്തെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ഈ പക്ഷികളോ മൃഗങ്ങളോ വരികയാണ് എങ്കിൽ ചില സൂചനകളാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ നൽകുന്ന ആ സൂചനകൾ എന്തെല്ലാമാണ് എന്നും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ പക്ഷിയായി പരാമർശിക്കുന്നത് തത്തയാകുന്നു. തത്തയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശകുനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. ശകുനശാസ്ത്രപ്രകാരം വീട്ടിൽ പെട്ടെന്ന് ഒരു തത്ത വന്ന് മടങ്ങുന്നത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി പരാമർശിക്കുന്നു. യഥാർത്ഥത്തിൽ തത്ത സമ്പത്തിന്റെ ദേവനായ കുബേര ദേവനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കാമദേവന്റെ വാഹനമായും തത്തയെ കണക്കാക്കുന്നതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തത്ത ഐശ്വര്യത്തിന്റെ പ്രതീകം തന്നെയാകുന്നു. ജ്യോതിഷത്തിൽ ഇത് ബുധഗ്രഹവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്നതാകുന്നു. ബുധന്റെ മഹത്വത്തിന്റെ പ്രതീകമാണ് തത്ത. അത്തരമൊരു സാഹചര്യത്തിൽ വീട്ടിൽ ഒരു തത്തയുടെ വരവ് സാമ്പത്തിക നേട്ടവും ബിസിനസ് പരമായ പുരോഗതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതായ ധനം തടസ്സങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ ലഭിക്കാതിരിക്കുന്നതായ ആ ധനം നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. മറ്റൊരു ജീവി ആമയാണ്. മഹാവിഷ്ണു ഭഗവാന്റെ അവതാരവുമായി ബന്ധപ്പെട്ടാണ് ആമയെ വേദങ്ങൾ പരാമർശിക്കുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം ആമ പ്രവേശിക്കുന്നത് വീട്ടിലെ എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവായ എനർജികളും നശിച്ച് പോസിറ്റീവായ എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന സൂചനയാണ്. ലക്ഷ്മി ദേവിയുടെ ആഗമനത്തിന്റെ സൂചനയായാണ് ആമ വീട്ടിൽ പ്രവേശിക്കുന്നത് എന്നാണ് വേദങ്ങളിൽ പരാമർശിക്കുന്നത്. കൂടാതെ വീട്ടിൽ ആമയുടെ വരവ് സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന്റെ സൂചനയാകുന്നു. അതിനാൽ തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ജീവി വരികയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. തവള വീടുകളിൽ വരികയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ തവളയെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി തന്നെയാണ് കണക്കാക്കുന്നത്. തവള എന്നത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും പ്രതീകമായി അംഗീകരിക്കപ്പെടുന്നതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വീട്ടിൽ ഒരു തവളയുടെ വരവ് നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും നൽകുന്നു എന്നതാണ് വാസ്തവം. വാസ്തുശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ തവളയെ സമ്പത്തിന്റെ ഘടകമായി തന്നെ കണക്കാക്കുന്നതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു തവള നിങ്ങളുടെ വീടുകളിലേക്ക് കടന്ന് വരികയാണ് എങ്കിൽ അത് വരാനിരിക്കുന്ന ഏറ്റവും ശുഭകരമായ സമയത്തെ അനുകൂലമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് കറുത്ത ഉറുമ്പ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ കറുത്ത ഉറുമ്പുകൾ ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ്. നീതിയുടെ ദൈവമായി കണക്കാക്കുന്നതാണ് ശനിദേവൻ, അഥവാ ദേവനാണ് സാക്ഷാൽ ശനിദേവൻ. ഉറുമ്പുകൾ നിരനിരയായി വരുന്ന വീടുകളിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കുറവുണ്ടാകില്ല എന്നാണ് വിശ്വാസം. നേരെ മറിച്ച് വായിൽ മുട്ടയുമായി ഉറുമ്പുകൾ വീടുകളിൽ വന്നാൽ അത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് എന്നും കൂടാതെ വീട്ടിൽ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുന്നതിന്റെയും സൂചനയായി തന്നെ പരാമർശിക്കാം. ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. അതിനാൽ ഇത് പ്രകടമാവുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ഉയർച്ചയുടെ സൂചനയായി തന്നെ പരാമർശിക്കാം. മറ്റൊരു പക്ഷിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കുയിലാണ്. കുയിലിന്റെ നാദം കേൾക്കുവാൻ ഏവരും
വളരെയധികം താല്പര്യപ്പെടുന്നതാണ്. എന്നാൽ ഇതിനുള്ള ഭാഗ്യം, അവസരങ്ങൾ പലപ്പോഴും കുറവാകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കുയിലിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ശകുനമായി തന്നെ പരാമർശിക്കാം. എന്നാൽ കുയിലിനെ നിങ്ങൾ നേരിട്ട് കാണുകയാണ് എങ്കിൽ അഥവാ കാണാൻ ഇടയായാൽ അത് മോശം ശകുനവുമാണ്. ശബ്ദത്തിനാണ് പ്രാധാന്യം. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പശു നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ഏറ്റവും ഉത്തമമാണ്. സർവ്വദേവതാ പ്രീതിയും ആ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തീർച്ചയായും പശു നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അവയ്ക്ക് തീറ്റ നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. അത് സർവ്വ ഐശ്വര്യപ്രദമായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. മറ്റൊന്ന് ഉപ്പനാണ്. ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. സാക്ഷാൽ സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്നതിന് മുൻപ് ശകുനമായി കണ്ടത് ഉപ്പനെയാണ് എന്നാണ് പരാമർശിക്കുന്നത്. അതിനാൽ അത്രമേൽ ഐശ്വര്യമാണ് ഉപ്പനെ വീടുകളിൽ കാണുന്നത് പോലും. എന്നാൽ ഉപ്പനെ കണ്ടുകൊണ്ട് ഇറങ്ങുവാൻ സാധിച്ചാൽ അത്രമേൽ സൗഭാഗ്യമോ ഐശ്വര്യങ്ങളോ വന്നു ചേരാം. ഭാഗ്യവും സൗഭാഗ്യവുമാണ് ഉപ്പൻ ഇന്നേ ദിവസം വീടുകളിൽ വരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും യഥാസമയം സൗഭാഗ്യവും ഐശ്വര്യവും ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. മറ്റൊന്ന് നാഗമാണ്. നാഗം നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആ വീടുകളിൽ സൗഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു. നാഗപ്രീതി കൂടിയുണ്ട് ആ വീട്ടിൽ എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഐശ്വര്യത്തിന്റെ പുതിയൊരു തുടക്കത്തിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു പക്ഷി കാക്കയാണ്. കാക്കയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരുന്നതും കാക്കയ്ക്ക് നിങ്ങൾ ആഹാരം നൽകുന്നതും ഏറ്റവും വിശേഷമാകുന്നു. സസ്യങ്ങൾക്ക് ഇടയിലിരുന്ന് കാക്ക കരയുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റംഗങ്ങൾക്കാണ് എങ്കിലും ആരോഗ്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. കൂടാതെ കാക്ക കുഴിക്കുന്നതായി, മണ്ണിൽ കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യം കടന്ന് വരുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം മൂങ്ങയെ പകൽ സമയം കാണുന്നതും ഏറ്റവും വിശേഷമാണ്. ലക്ഷ്മി നാരായണ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഇന്നേ ദിവസം ഈ പക്ഷികളെയോ മൃഗങ്ങളെയോ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അന്നേ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വീട്ടിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മധുരം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കുന്നതാണ് എങ്കിൽ ഇരട്ടി സൗഭാഗ്യം തന്നെയാകുന്നു. തേൻ, പഞ്ചസാര, ശർക്കര എന്നീ കാര്യങ്ങളും സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റു മധുര പലഹാരങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയതോ പുറത്തുനിന്ന് വാങ്ങിയതോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. കൂടാതെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം സാധിക്കുമെങ്കിൽ കുടുംബത്തിലെ ഏവരുടെയും പേരിൽ നടത്തുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബനാഥന്റെ പേരിലെങ്കിലും ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വഴിപാട് കൂടി നടത്തുന്നതിലൂടെ പൂർണ്ണമായും ആ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.